ഇന്ന് നമുക്ക് നല്ലൊരു പരിപ്പ് വട ഉണ്ടാക്കിയാലോ. ഈ മഴയത്ത് പരിപ്പ് വടയും അതേപോലെ തന്നെ കട്ടൻ ചായയും കൂടെ ആകുമ്പോൾ കിഡ് തന്നെയാണല്ലേ. അടിപൊളി നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരൊറ്റ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പ് വടയും കട്ടൻ ചായയാണല്ലേ. അപ്പം നമുക്ക് നല്ലൊരു പരിപ്പ് വട ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് തനി നാടൻ രീതിയിലുള്ള പരിപ്പ് വടയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ അളവിലാണ് ഇവിടെ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു സവോളയാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് പൊടിപ്പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ നിന്നൊരു 2-3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഇവിടെ കടലപ്പരിപ്പ് ഒന്ന് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാറ്റി വയ്ക്കണോ അത്രയ്ക്ക് മാറ്റി വയ്ക്കണം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതാണ് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചിരിക്കട്ടെ. കുതിർത്ത് വെച്ചതായിരുന്നു. എന്നിട്ട് അതിനുശേഷം കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചതാണ്. അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് വരിക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടില്ല. അത് ഇടയിലൊക്കെ അതിൻ്റെ പരിപ്പൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ ഞാൻ ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മുടെ സവോള, അത് നമുക്ക് കടലപ്പരിപ്പിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പം ഞാനൊരു മീഡിയം ടൈപ്പിലുള്ള സവോള എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് പൊടിപ്പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, അതേപോലെ തന്നെ പച്ചമുളക് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഞാൻ പൊടിപ്പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ തന്നെ ചേർത്തിരിക്കുകയല്ല. നമ്മുടെ തനി നാടൻ രീതിയിലുള്ള പരിപ്പ് വടയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ ആകെ 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കാം. ഉള്ളിയും എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഒരുവിധം നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു കളറിന് അതേപോലെ ചെറിയൊരു എരിവിന് വേണ്ടി ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയുണ്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ടുള്ളൂ. നമുക്ക് സ്പോട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു പാനിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ട്. നമ്മുടെ നാടൻ പരിപ്പ് വട ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോ ഉരുളിയായിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അത്രയും വേണ്ടുള്ളൂ കേട്ടോ. എനിക്ക് വലിയ രീതിയിൽ ഷേപ്പൊന്നും കിട്ടില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നതിന് ശേഷം ഇടുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ചിലവരൊക്കെ കയ്യിൽ വെച്ച് നല്ല വട്ടത്തിൽ തന്നെ പരത്തിട്ട് എനിക്ക് അത്ര വലിയ വലിപ്പമൊന്നും കിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ അവിടെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി കിടക്കുന്നുണ്ട്. നമുക്കിനി അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വടയുടെ ഒരു വശം ഒരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് 2 വശം നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വട അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ കോരി മാറ്റാം. നമ്മുടെ കടലപ്പരിപ്പ് ഒന്ന് കുതിരുന്ന ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അടിപൊളിയായിട്ടാണ് നമ്മുടെ പരിപ്പ് വട കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടല്ലേ. പെട്ടെന്ന് ഹോട്ടലിൽ പോയാൽ ആദ്യം പറയുക വട എന്നായിരിക്കും അല്ലേ. പരിപ്പ് വട, ഒരു പരിപ്പ് വടയും ചായയും. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. കടകളൊക്കെ പോയി എന്ന് വെച്ചാൽ വേഗം പറയും ഒരു പരിപ്പ് വട പിന്നെ ഒരു ചായ തന്നെയാണ് പറയാറുള്ളത് കേട്ടോ. നമുക്ക് ഒരിക്കൽ കൂടി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പരിപ്പ് വടയുടെ ഒരു വശം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ചെയ്ത് നോക്കില്ലേ, വളരെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും കടലപ്പരിപ്പ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഏത് പരിപ്പിലും ചെയ്യട്ടെ. വടപ്പരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ സാധാരണ പരിപ്പിലൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ കടലപ്പരിപ്പിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് വടയും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വടയും അതേപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഒന്ന് കൂടെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.